എവിടെ പോയി ഒളിച്ചാലാ പന്നിയുടെ മോനെ പൊക്കണം സാറേ. അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരുവാക്കണം. അല്ലെങ്കിൽ എനിക്കോ ഈ വർഗീസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല. എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജൻ മുതലാളി എന്റെ പേര് വിട്ടു. അത് ഓർക്കുമ്പോ എന്റെ കൈയും കാലും വിറക്കിയ. സാറേ, പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. എന്നാലും പറയാ, ഈ ജങ്കാർ ജെട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. നാട്ടുകാർ അവന്മാരെ വിളിക്കുന്ന എന്താണെന്നറിയോ? ഓട്ടോ കമ്പനിന്ന്. ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ഒരൊറ്റ പോലും അവരുടെ കൂട്ടത്തിലില്ല. സാറേ, ഇവന്റെയൊക്കെ ശരിക്കുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാ. നിർത്തല. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇരാ പൊന്നുമോനെ, പോലീസ് ട്രെയിനിങ്ങിന്റെ പുതുമോളിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, കാച്ചിക്കളയും ഞാനീ പറയുന്നതേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഇടൂ സദാനന്ദ, ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റിവിട്ടവൻ അവൻ വെറും അത്താഴം മുടക്കിയല്ല, ഏതോ മുന്തിയ ഇനമാ. എന്ത് മുന്തിയ ഇനമാണേലും അവന്റെ വിഷപ്പല്ല് പറിച്ചെടുക്കണം സാറേ. ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരു പിടി അന്നം വാരാൻ പോലും അവന് ഉപകാരപ്പെടരുത്. അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവൻ ഇരിയടാ സദാനന്ദ. ഓ, ഇവനാണല്ലേ നീയെല്ലാം കൂടി പറഞ്ഞു പെരുപ്പിച്ച മഹാ അവതാരം. ഒന്ന് നിക്കടാ. സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം. പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി. കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്നാ തിരുമ്മിത്തരിഞ്ഞാൻ ഇങ്ങനെ തിരുമ്മി. എനിക്കറിയാം, പറയട്ടെ. KPS ബാർ SO ബാർ 1966 ബാർ 2001 സ്പെഷ്യൽ ഓർഡർ ഫോർ cancellation of suspension and reinstatement of sub inspector E. Pelli. ഭരണം മാറിയപ്പോ ചുളിവിലിതങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലേ? സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ഞിരുന്നിട്ട് മാസം 6 ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനാ ഇപ്പൊ നമ്മള് തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം? സാർ, ഓ അല്ല, സാറിനെ മനസ്സിലായില്ലേ? ഓ സാറ്, അത് കൊള്ളാം. അതിനെന്താ, മനസ്സിലാക്കി തരാലോ. കാര്യങ്ങള് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തോ? അകത്തല്ല, അകത്ത്. അയ്യോ, അത് സിയുടെ റൂമാ. ഇല്ലെന്തിനാ? ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം. അകത്തേക്ക് വരണം വിളിക്കുമ്പോ. സാറ് വരുന്നവരും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട്. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇദ്ദേഹം അത് മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാരസ്മരണയുടെ പേരിലായാലും ശരി, തെറ്റാണ്. അക്ഷന്തവ്യമായ തെറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും. പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഈപ്പന്മാർ, അല്ലേ ഇപ്പ? എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. സർ, നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം, വിത്ത് ദർ കറന്റ് സ്റ്റേറ്റസ്. കിട്ടിയില്ല? ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല സാർ. കഴിച്ചു സാർ. എന്നാ ചെല്ല്. ഇപ്പോ എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഓൺ മൈ ടേബിൾ. സർ.
ചെയ്യുന്നേ? അമ്മ അച്ഛൻ എവിടെ? ആ, കണ്ണന് പുതിയ സ്കൂളിലൊക്കെ പോണ്ടേ? അവിടെ കളിക്കാൻ എന്തൊക്കെയുണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. ആ മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്നാ പിന്നെ കണ്ണ് കാണില്ല. ബെഗനാ, തനി ബെഗൻ. ലോഡത്ത് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ. അധികാര ദുർവിനിയോഗാത്രേ. ആരാണോ ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ. എത്തിയോ? ആ കൊള്ളാലോ. വന്നിറങ്ങി ബോർഡ് തൂക്കി ഉടനെ കിട്ടിയില്ലോ 5-6 രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. ആ അതെ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ? എടോ അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റാ. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളി കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കൂടി ക്ഷമിച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം. ഇരിക്കെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷേ? എടാ ഇതാടാ ഇഡ്ലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാം. അത് ശരിയാ. ദൈവത്തെ ഓർത്തൊന്ന് പറ, ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കുറെ ലോഡടിക്കേണ്ടി വരും, അല്ലാടാ സോമു? പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷേ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊക്കോ?
വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്. അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരും അറിയാല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടല് മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അയാൾ അത് അറിയുന്നത്. അയാളുടെ മോനൊരുത്തനുണ്ടായിരുന്നു, ആ പന്തിക്ക് വാശി ഒഴിഞ്ഞു തരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലായിൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്. പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരന് ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്. പിടിക്ക്. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ. വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകിലോട് കുത്തി കയറി തരും അഡ്വാൻസ്. ഇത് വാങ്ങിച്ച് മര്യാദയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നു. ഭീഷണിയാണോ? കടക്കട എന്റെ പണിക്ക് പുറത്ത്. ഹലോ ഹലോ സാർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സാർ. അഡ്രസ് പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ ഓ അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. ആ, അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. അവിടെ എന്താ എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, വേണ്ടാത്തടത്ത് കിണ്ടി കളിക്കല്ലേ. ഞാൻ പറയുന്ന കേൾക്ക്, ഇത് മുതലാളിയുടെ സെറ്റപ്പാ. നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടുവോ എന്നെ? എടാ, ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ നമ്മുടെ PC റഹ്മാന്റെ കേസ്. ഇപ്പൊ കുടുംബം തെരുവില. കുഞ്ഞുകുട്ടി പരാതിയിലുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കോ, പക്ഷെ എന്നെ വിട്ടേര്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ സാർ? അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷെ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാ ചെയ്യ്. തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയായത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിൽ 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണം അവന്മാര് കൈമാറി തന്ന സുഹൃത്തം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട് തന്നെ വേണമെന്നുണ്ടോ? അതും ഏതോ യശോധരന്റെ പേരിൽ തീരു നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന് മാഷ് ചായ കുടിക്കാം. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് വർഗീസ് സർ. വർഗീസ് ഇദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സാർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്ന് ഇവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരൻ നായരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാണ്. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന് ലീവാ. ഞാനാണെ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാൾക്കിട്ട് പണി തന്ന ഒരുമാതിരി മറ്റേടത്ത. ഒരു മിനിറ്റ് സർ. എന്താ സാർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു അതാ നല്ലത്. മാഷുവാ, മാഷി ഈ വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്,